$100 സ്വർഗത്തിൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലം. എന്താ, വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? സ്വർഗത്തിലെ ഭൂമി ഇടപാട് പൊടി പൊടിക്കുന്നു. അതിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? പ്രപഞ്ച സൃഷ്ടാവിന്റെ തൊട്ടടുത്ത് വീട് വെച്ച് പാർക്കുന്നതിന് സ്ഥലമൊരുക്കാൻ ഇടനിലക്കാരാവുകയാണ് സ്പാനിഷ് പോർച്ചുഗൽ വംശാവലിയിലുള്ള ഒരു പള്ളി. ഇതുമായി ബന്ധപ്പെട്ട് താൻ ദൈവത്തോട് ആശയവിനിമയം നടത്തി എന്നാണ് ഇൻഡോമിലെ ഒരു വൈദികന്റെ അവകാശവാദം. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം സ്വർഗത്തിലെ ഭൂമി ഒരു സ്ക്വയർ മീറ്ററിന് $100 എന്ന നിലക്ക് വിൽക്കാൻ തയ്യാറാണ് എന്നും ഒരു തുണ്ട് ഭൂമി വാങ്ങിയാൽ പോലും ദൈവത്തിന്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിരമായ ഒരിടം ഉറപ്പാക്കാനാകുമെന്നുമാണ് ഈ വൈദികൻ ഉറപ്പിച്ചു പറയുന്നത്. ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആണ് വിചിത്രമായ ഈ വാർത്ത ഓൺലൈനായി പുറത്തുവിട്ടത്. ടൈംസ് നൗ ഓൺലൈനിലും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭൂമി ഇടപാടിന്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു ബ്രോഷർ ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പ്രകാശപൂരിതമായ മേഘങ്ങൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വീടിന്റെയും അതിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുടുംബത്തിന്റെയും ചിത്രത്തിനൊപ്പം വിസ, മാസ്റ്റർ, രൂപേ, ഗൂഗിൾ പേ, ആപ്പിൾ പേ തുടങ്ങി പണമടയ്ക്കുന്നതിനുള്ള സർവ്വവിധ ഓപ്ഷനുകളും കൂട്ടിച്ചേർത്താണ് ഈ ബ്രോഷർ തയ്യാറാക്കിയത്. ഇത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി ഇടപാടാണ് എന്നും പള്ളിയുടെ പക്കൽ ഇപ്പോൾ തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാകും എന്നുമൊക്കെയാണ് പ്രശസ്ത റിയൽ എസ്റ്റേറ്റ് ഇൻഫ്ലുവൻസറായ അർമാൻഡോ പെൻഡോജ അഭിപ്രായപ്പെടുന്നത്. ഇത് ആളുകളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം കൈവശപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് എന്നും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ആളുകൾ ഗൗരവത്തിലെടുക്കുന്നത് അത്ഭുതകരമാണെന്നുമുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിലെ ഡേവിഡ് ഓഫ് യൂണിവേഴ്സൽ അപ്പോസ്റ്റൽ ഫെലോഷിപ്പ് ചർച്ചിലെ വൈദികനായ ഫ്രെഡ് ഇസാൻഗ സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഉഗാണ്ടക്കാരനായ ഫ്രെഡ് തന്റെ അനുയായികളുടെയെല്ലാം സ്വത്തുവകകൾ വിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടാണ് സ്വർഗത്തിലെ സ്ഥലം വിൽപ്പന നടത്തി കാശുണ്ടാക്കിയത്. വല്ലാത്ത ജാതി. ഈ സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും തേക്ക് മാഞ്ചിയം ഇരുതലമൂരി പ്രൊമോട്ടർമാരും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AI ഫേക്ക് വീഡിയോ ഡാർക്ക് വെബ് തട്ടിപ്പുകാരുമൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ടാവും, എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്ന്. വല്ലാത്ത ജാതി. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.